ഇങ്ങോട്ട് വരാൻ വിളിച്ചാ വരണോ? വരത്തില്ല. അപ്പൊ ഞാനും അതല്ല, അയാൾക്ക് റൈറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വരാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇരുന്നിട്ട് കാര്യം അത് മോശമാണ്. അത് മോശം. അയാളാണ് ഈ കഥ എഴുതുന്നത്. അയാളെ എഴുതി തന്നിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ അയാൾ അവിടെ നിന്നിട്ട് പറ്റില്ലെന്ന് പറഞ്ഞ് അപ്പൊ അയാൾ വേണ്ട എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. വേറെ ആള് ചെയ്യും, പബ്ലിക്കായിട്ട് പറയാം. അയാൾക്ക് സമയം ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ വേണ്ട ഇപ്പോഴത്തെ. ഇങ്ങനെയാണ് അതെന്താ? അത് എത്ര നേരം എടുത്തിട്ട് വേറെ ആരണ്ട് പോയാ എന്തൊരു തന്നെ. എല്ലാവരും അനുഭവത്തോടുകൂടി ചെയ്യണം. സാന്ദ്രാനന്ദാബോധാത്മകമനുപമിതം കാലദേശ നിർമുക്തം നിത്യമുക്തം നിഗമസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു മനുഷ്യാത്മാത്മകം ബ്രഹ്മതത്വം തത്താമഥാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഒരു നിമിഷം മഹാവിഷ്ണുവിനെ ഓർത്ത് കയ്യെന്ന് കളിക്കണ്ട. പൂജയ്ക്ക് പ്രാർത്ഥനയ്ക്ക് കയ്യെന്ന് കളിക്കില്ല. അപ്പൊ അങ്ങനെ നമ്മൾ തുടങ്ങുന്ന പുതിയ സംരംഭം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാ പുതുമുഖങ്ങളും ഒരുപാട് പുതുമുഖങ്ങളെല്ലാം അഭിനയിക്കുന്നുണ്ട്. അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഫൈനലൈസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ 3 പേര് അതിനകത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്തൊരു ഹീറോ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യനെ നമ്മൾ 2 പേരെ നോക്കി വെച്ചിരിക്കുകയാണ്. ഫൈനലൈസ് ചെയ്തിട്ടില്ല. എന്തായാലും ഞങ്ങളെല്ലാവരും ഒരുപാട് പേരെ ക്ഷണിച്ചു. എല്ലാവരും എത്തിയിട്ടില്ല. ഇന്നത്തെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ദിവസം ആയതുകൊണ്ട് എല്ലാവരും ടിവിയുടെ മുമ്പിലായിരിക്കും. ശ്രീരാമനെയും സീതയൊക്കെ കാണാനായിട്ടുള്ള തിടുക്കത്തിൽ എല്ലാവരും അവിടെ ആയിരിക്കും. അത് എത്ര മണിക്കാണ് അതിൻ്റെ സമയം എനിക്കറിയില്ല. 12 മണിക്ക് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ബഹളത്തിലായിരിക്കും എല്ലാവരും. എന്തായാലും ഉള്ള ആൾക്കാരെല്ലാം കൂടെ വന്ന് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം 2 ഘട്ടങ്ങളായിട്ട് ഉദ്ഘാടനം ചെയ്തു. എന്നാലും അത് നല്ല ഒരു രീതിയിലേക്ക് തന്നെ വരുമ്പോഴുള്ള ഉദ്ദേശം. കാരണം ഒരു പടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വളർത്തിയെത്തിക്കുക, അതിനെപ്പറ്റി സംസാരിക്കുക എന്നതിൽ നിന്ന് ഉപരിയായിട്ട് അതെങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കുന്നു, അത് ജനങ്ങളിലേക്ക് എങ്ങനെ ഇറക്കി കൊടുക്കുന്നു, അത് ജനങ്ങളെ രണ്ടുപേരും സ്വീകരിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഒരു പടത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സമയത്തുള്ള ഇപ്പോഴത്തെ കാലത്ത് ന്യൂ ജെന്റെ സമയമാണ് ഇപ്പോൾ. അപ്പൊ ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ആ പടം എത്രമാത്രം നന്നായി എടുക്കുക, എത്രമാത്രം ജനങ്ങളിലേക്ക് ഇറക്കി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഇറങ്ങിയ പടങ്ങളെല്ലാം തന്നെ അങ്ങേറ്റം പോയാൽ നല്ല പടമാണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസം അല്ലേ, അങ്ങനെയല്ല കണ്ടത്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇത് വന്നുകൊണ്ടിരിക്കും. വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെബ് സീരീസ് തന്നെ ഓരോ OTT അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളൊക്കെ ഇപ്പോൾ ഓരോ വെബ് സീരീസിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു പടം ചെയ്തു കഴിഞ്ഞ് അപ്പോൾ അടുത്ത ഒരു വെബ് സീരീസിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വെബ് സീരീസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം നമ്മൾ എങ്ങനെ എടുക്കുന്നു, ഏത് രീതിയിൽ എടുക്കുന്നു, പുതിയതായിട്ട് എന്തൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെയാണ് ഒരു പടത്തിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ടെക്നിക്കൽ പരമായിട്ട് ഏറ്റവും നല്ല കഴിവുള്ള ആൾക്കാർ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് സിനിമ എന്ന് പറയുന്നത്. ആദ്യം മനസ്സിലാക്കുക. നമ്മളെപ്പോഴും പറയാനുള്ളത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് ഞാൻ ഈ
പ്രവർത്തിക്കാൻ ഓൾ ഈസ് ഗോൾഡ് എന്നാണ്. കാരണം ഇപ്പൊ വരുന്ന ന്യൂ ജെന്നിന്റെ ആൾക്കാര് ടെക്നിക്കൽ സൈഡ് മോശമാണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഈ ന്യൂ ജെന്നിന്റെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെബ് സീരീസ് ചെയ്യാൻ പോയപ്പോൾ പല സ്ഥലത്തായിരുന്നു അതിനകത്ത് ഇരിക്കണം. പക്ഷെ അത് അവിടെ വന്ന ക്യാമറ, ടെക്നിക്കൽ സൈഡ്, ലൈറ്റ്സ്, മേക്കപ്പ് എല്ലാം തന്നെ പഴയ ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു കൈത്താണ് കിട്ടുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. നമുക്ക് അത് ഇപ്പോഴത്തെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ ഒരു കഴിവ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓൾ ഈസ് ഗോൾഡ് എന്നാണ്, സംശയമൊന്നുമില്ല. അപ്പൊ എന്തായാലും അവരെ വെച്ചുകൊണ്ട് ഇതിനകത്തും അതേപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹമാണ്. പക്ഷെ ഈ ഓരോ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോ ഈ പുതിയതനുസരിച്ച് ഞങ്ങളുടെ എമൗണ്ടൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കൂട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസർ കുറവുണ്ട് വലിയും. അപ്പൊ ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ആയിരിക്കും എന്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ടെക്നീഷ്യൻസ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ പടത്തിന്റെ രീതി വെച്ച് അവരും അതിലേക്ക് ഇറങ്ങി വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കും. പല ആൾക്കാരെയും പല ടെക്നിക്കൽ സൈഡിൽ ഞാൻ വിളിച്ചു നോക്കി, അവരൊക്കെ മറ്റേ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവർ മാറുകയാണ്. പൈസയുടെ കാര്യമല്ല, അവർക്ക് വേറെ സീരിയലുണ്ട്, അവർക്ക് വേറെ മറ്റേ പടമുണ്ട്, ആ പടമുണ്ട്, ഈ പടത്തിന് ഡിസ്കഷൻ നടക്കുക എന്നൊക്കെ പറഞ്ഞവര് മനഃപൂർവ്വം ഒഴിയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും 19 വർഷമായിട്ട് ഇൻഡസ്ട്രി നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പടം നിർത്തത്തില്ല, മനസ്സിലായില്ല. ആ പടം ഈ പടം എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതായത് ആരും പഴയ ആൾക്കാരില്ലെങ്കിൽ പുതിയ ആൾക്കാരെ വെച്ച് നമ്മളാ ചെയ്യുന്ന കഴിവനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കും. ഇതൊരു ആക്ഷൻ പടമാണ്. ആക്ഷൻ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് എനിക്ക് ടെക്നിക്കൽ സൈഡിലെ ക്യാമറയുടെ സ്റ്റൈല് അല്ലെങ്കിൽ ആ രീതി എനിക്ക് അറിഞ്ഞുള്ളൂ. നമ്മുടെ നമ്മുടെ മോഹൻ ജയമോഹൻ അദ്ദേഹം ഒന്നും തരത്തില്ല വരാന്ന് പറഞ്ഞ ഇതുവരെ എത്തിയില്ല. ഉണ്ട്, ജയമോഹനുണ്ട്. അപ്പോ എന്റെ ആദ്യത്തെ പടം ഉള്ള മേക്കപ്പാനാണ്. അങ്ങനെ ജയൻ മരിച്ചതിന് ശേഷം എന്റെ ഫസ്റ്റ് പടം ഭീമനായിരുന്നു. ആ സമയത്ത് ഭീമനിൽ എനിക്ക് മേക്കപ്പ് ചെയ്ത മോഹനാണ്. അപ്പൊ ടെക്നിക്കൽ സൈഡിൽ അന്ന് മുതലേ എന്റെ മുഖത്ത് ചായ ഇടുന്ന ഒരു മനുഷ്യനാണ്. അത് ഏത് പടത്തിലാണെങ്കിലും ശരി, മോഹൻ ഫ്രീ ആണെങ്കിലും എടുത്ത് വരും, ഞങ്ങൾ വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും. അത് ഞാൻ എന്റെ ഭാഗത്തുനിന്നൊരു വലിയ പുകഴ്ത്തി പറയല്ല, അതൊരു പ്രത്യേക നിമിത്തമാണ്. അങ്ങനെയുള്ള ചില നിമിത്തങ്ങൾ നമുക്ക് വന്നു ചേരും, വന്നു ചേർന്നേ പറ്റുള്ളൂ. അതാണ് സിനിമ. ഞാൻ പറഞ്ഞില്ല, സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ പുതിയ ആൾക്കാർ വരുന്നത്, പുതിയ പടങ്ങൾ വരുന്നത്. പക്ഷെ എത്ര പടങ്ങൾ വന്നിട്ടും അതങ്ങോട്ട് പഴയ പോലെ സ്റ്റാൻഡ് ചെയ്തോട്ട് പോകുന്നില്ല. തിയേറ്ററുകളിലൊന്നും അതിന്റെ കളക്ഷൻസ് കുറയുന്നുണ്ട്. പിന്നെ പ്രൊഡ്യൂസർ തന്നെ ടിക്കറ്റ് എടുത്ത് ആൾക്കാരെ കയറ്റുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ന്യൂജെന്നല്ലേ ഒരുപാട് പടങ്ങൾ ഇപ്പൊ അങ്ങനെ നടക്കുന്നതാണ് വളരെയധികം ഞാൻ കാണുന്നത്. അതിൽ നിന്നൊക്കെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിന് സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം. കാരണം നല്ല സാധനം, നല്ല സ്റ്റഫ് ഇതുവരെ ഇറങ്ങാത്ത രീതിയിലുള്ള ഏത് പടം ഇറങ്ങിയാലും എല്ലാം ചുരുട്ടിയെടുത്ത് ചെയ്യുന്നതാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് കണ്ടത് തന്നെയാണ് ഇത് കാണുന്നത്, ഇത് കണ്ടത് തന്നെയാണ് അത് കാണുന്നത്. ശരിയാണ്. പക്ഷെ എടുക്കുന്നതിന് ഒരു വെറൈറ്റി ഉണ്ട്, ഒരു സ്റ്റൈലുണ്ട്. രജനീകാന്തിന്റെ ഒരു പടം ഇറങ്ങിയില്ല, ജയിലല്ലേ. ജയിലർ എത്ര പടത്തിന്റെ ചുരുട്ടിയെടുത്ത സബ്ജക്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷെ അത് കണ്ടോണ്ടിരിക്കാൻ എന്ത് രസമാണ്. സോ മേക്കിംഗ്, ആ മേക്കിങ്ങിനും ടേക്കിങ്ങിനുമാണ് അതിന്റെ ഗുണം കിടക്കുന്നത്. അത് ജനങ്ങളിലേക്ക് ഇറക്കി വിട്ടുകൊടുക്കുക, അതാണ് നമ്മുടെ കഴിവ്. തീർച്ചയായിട്ടും ആ രീതിയിൽ ഇറക്കി കൊടുത്താൽ നല്ല രീതിയിലുള്ള കളക്ഷൻസ്. ഇപ്പം രജനീകാന്തിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. വേൾഡ് വൈഡ് ബിസിനസ് മാഗ്നറ്റാണ് അദ്ദേഹം. അത് ജപ്പാനിലും പല ഭാഷയിലും ആ പടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുപോലെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ ടെക്നിക്കൽ സൈഡ് അത് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ക്യാമറാമാന്മാർക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ പഴയ തലമുറയിലുള്ള ക്യാമറാമാന്മാർക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സിറ്റുവേഷൻസ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർ ചെയ്യും. അവരുദ്ദേശിക്കുന്നതിൽ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് കണ്ട് ഇരിക്കാൻ നല്ല രീതിയിലുള്ള ഒരു ടെക്നിക്കൽ സൈഡിൽ കൂടെ വർക്ക് ചെയ്ത നല്ല പടങ്ങൾ നല്ല രീതിയിൽ തന്നെ അവരിൽ കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് യാതൊരു സംശയം. എൻ്റെ ഒരു വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം അവർക്ക് തെറ്റാറില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിൽ കൂടി തന്നെയാണ് ഈ പടം തുടങ്ങാൻ പോകുന്നതും. ഈ പടം നല്ല രീതിയിൽ തന്നെ വന്ന് ചേരും എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്തായാലും അവിടെ ഇത്ര ആൾക്കാരൊക്കെ വന്നതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ റൈറ്ററുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീണ്ടും ഇനി വാ, പുറത്ത് വരാൻ.
ഇങ്ങോട്ട് വരാൻ വിളിച്ചാ വരണോ? വരത്തില്ല. അപ്പൊ ഞാനും നിർത്തുകയാണ്. അതല്ല, അയാൾക്ക് റൈറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വരാൻ പറ്റില്ല, പിന്നെ ഞാൻ ഇരുന്നിട്ട് കാര്യം. അത് മോശമാണ്. അത് മോശം. അയാളാണ് ഈ കഥ എഴുതുന്നത്. അയാളെ എഴുതി തന്നിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ അയാൾ അവിടെ നിന്നിട്ട് ആ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പൊ അയാൾ വേണ്ട എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ആ വേറെ ആളെ വെച്ച് ചെയ്യും, പബ്ലിക്കായിട്ട് പറയാം. അയാൾക്ക് സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ വേണ്ട ഇപ്പോഴത്തെ. ഇവിടെ വരാൻ പോലീസിന്റെ സ്വാതന്ത്ര്യം ഇതാണ് റൈറ്റ്. ഈ സ്നേഹമായിട്ട് പറഞ്ഞാൽ ആരും അല്പം പെരുട്ടിയാ വന്നിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് അറിയാണ്ടല്ല, കഴിഞ്ഞ ദിവസം തത്തമ്മ കൊലക്കേസ് എന്ന് പറഞ്ഞിട്ടൊരു പടത്തിന്റെ ഇയാളുടെ സ്ക്രിപ്റ്റ് ആയിട്ട് ഇയാളുടെ ചേട്ടൻ ഡയറക്ട് ചെയ്യുന്ന ഒരു പടമുണ്ട്. അദ്ദേഹത്തിന്റെ പടത്തിന് ഡയറക്ടറുടെ പേര് പറയാൻ തന്നെ അദ്ദേഹത്തിന് പേര്. അപ്പൊ ഞാൻ ചോദിച്ചു റൈറ്റർ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഒരു സ്ഥലത്തില്ല, കേൾക്കാം. അവിടെ അല്ല അല്ല എന്താ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില് കിട്ടാനുള്ളത് കിട്ടിയ കിട്ടനടങ്ങുന്ന ഒരു ചൊല്ലാണ്. അതിന്റെ ഉദാഹരണമാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ ചൂടായതൊന്നുമല്ല, കാരണം ഇതെല്ലാം സഹജമാണ്, സിനിമയിലെ ഒരു സഹജമാണ്. പിന്നെ ഭീമന്റെ സംസാരിക്കുമ്പോൾ അത് ചൂടായിട്ട് സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നില്ല. അത് ആവശ്യമുള്ളിടത്ത് ചൂടായിട്ട് തന്നെ സംസാരിക്കും, അതിന് സംശയമൊന്നുമില്ല. സംസാരിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇപ്പൊ ഏതായാലും സമാനമായല്ലോ, എനിക്ക് സമാനമായി. കരയുന്ന കുഞ്ഞിനെ എപ്പോഴും പാലുള്ളൂ, അല്ലാതെ കരയാത്ത കുഞ്ഞിന് പാലൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. എന്തായാലും ഈ സബ്ജക്റ്റിനെ പറ്റി ആ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. ആ കഥയെ പറ്റി ഒന്ന് 2 വാക്ക് പറഞ്ഞു. കഥയെ പറ്റി പറയാം. ഈ കഥയുടെ പേര് ഭീമൻ ബിഗ് ബ്രദേഴ്സ്, BBB. 4 ബ്രദേഴ്സാണ്. ഭദ്രൻ, ഭൈരവൻ, സെൻട്രലിലെ ഭീമൻ, ഇനി ഒരു ബാലൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ കൂടെ ഉണ്ട്. 4ാമത്തെ അനിയനാണ് ബാലൻ. ഈ ബാലന്റെ മരണവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതികാരവും ഉത്സവം, അങ്ങനെ 2 സോങ്, ഫുൾ ഫൈറ്റ്, ഒരു 7ഓളം ഫൈറ്റും 2 സോങ് ഉൾപ്പെടെയുള്ള ഒരു കുടുംബ ചിത്രമാണ്. എല്ലാരും കണ്ട് വിജയിപ്പിക്കണമെന്ന് എന്തെങ്കിലും പറഞ്ഞു. ആദ്യം ഇവിടെ എത്തിത്തരുന്ന എല്ലാവർക്കും 1000 നന്ദി. കാരണം നമ്മുടെ സമയത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഞാനും രവിചേട്ടനായിട്ട് വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഭീമൻ പടക്കുകട. എന്തുകൊണ്ടത് ഉദാഹരണമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ശിവകുമാർ അദ്ദേഹം മിനിസ്റ്ററായിരുന്ന കാലം തൊട്ട് അദ്ദേഹം ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാ രാഷ്ട്രീയ ബന്ധങ്ങളും നമുക്ക് എല്ലാവരുമായിട്ട് നമുക്ക് സഹകരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ഐശ്വര്യം അതപ്പോൾ നമ്മുടെ കടയുടെ ഒരു മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് വേണം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു കാര്യം, ഇവിടെ അടുത്തുമല്ല, ഇത് പാറശാലയാണ്. ബട്ട് നമ്മൾ വിളിച്ചത് കൊണ്ട്, രചിട്ട് അങ്ങനെ സംസാരിച്ച് നമ്മൾ വിളിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അത് ഒഴിവാക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ സമയത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, ചെറിയ അറേഞ്ച്മെൻറ്റിലെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. അതിന് ആദ്യം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. BBB, ബിഗ് ഭീമൻ ബ്രദേഴ്സ്, ഈ ഒരു സംഭവം ഉടലെടുത്ത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കൊല്ലവും ഞാനും ഭീമൻ രചിട്ടുമാണ് നമ്മുടെ ഭീമൻ പടക്കടയുടെ ഒരു പരസ്യമായിട്ട് ആൾക്കാർ കണ്ടുവരുന്നത്. വർഷങ്ങളായി കൊച്ചു മുമ്പ്. ഇപ്രാവശ്യം മറ്റൊരു ഭീമനും കൂടെ നമ്മളെ കൂടെ അവതരിച്ചു. എൻ്റെ സുഹൃത്താണ്, വർഷങ്ങളായി നമ്മൾ ഒരുമിച്ച് സീരിയലെല്ലാം വർക്ക് ചെയ്തിരുന്നു, മുകേഷ്. അപ്പോൾ ഇപ്രാവശ്യം മുകേഷിൻ്റെ ഒരു പ്രസൻസും കൂടെ വന്നപ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാർ ഏറ്റെടുത്തു. അപ്പോൾ ആ ഏറ്റെടുത്ത സംഭവം ഞാനും രവിചേട്ടനായിട്ട് നമ്മുടെ ഓഫീസിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമുക്ക് ചെറിയൊരു പടം ഒന്ന് ചെയ്തൂടെ വിഷ്ണു എന്നിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഈ പടം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും 40 കോടി 10 കോടി 50, അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു ചെറിയ ബഡ്ജറ്റ്, നമ്മളൊരു സൗഹൃദങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചേട്ടൻ പറഞ്ഞ പോലെ ബന്ധങ്ങളുണ്ട്. കാരണം ഇപ്പോഴത്തെ ആരെ വിളിച്ചാലും അവരുടെ കുറേ ഡിമാൻഡുകളും കാര്യങ്ങളും ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചേട്ടൻ പറഞ്ഞ പുതിയ തലമുറയ്ക്കെല്ലാം നമുക്കൊരു അവസരങ്ങൾ കൊടുക്കണം. ഒരുപാട് പേരുണ്ട്. കാരണം നമ്മളെല്ലാം ഇപ്പം ഈ ചെയ്യാൻ നേരത്തെ തന്നെ ഒരുപാട് പേര് നമ്മളോട് സമീപിക്കാൻ അറിയാൻ പറ്റും.
അപ്പം അങ്ങനെ അതെല്ലാം വെച്ച് കൂട്ടി നമ്മൾ ചെറിയൊരു സബ്ജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് അവിടെ വെച്ച് അപ്പം തന്നെ നമ്മൾ മുകേഷിനെയും വിളിച്ചു. അങ്ങനെ നമ്മുടെ ഓഫീസിൽ ഇരുന്ന് ഇതിനൊന്നും ഒരു സമയപരിമിതി മാസങ്ങളോളം എടുത്തില്ല. അത് ഈ മണിക്കൂറുകളും ദിവസങ്ങളും കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഏകദേശം ഒരു രൂപം മെനഞ്ഞെടുത്തു. അപ്പം അത് വിജയിക്കുമെന്നൊരു കോൺഫിഡൻറ്റ് നമുക്കുണ്ടായി. കാരണം നമ്മുടെ 3 പേരുടെയും ഒരു രാശി നോക്കിയപ്പോൾ അത് കയറി പോകുമെന്നൊരു ഉറപ്പ് കിട്ടി. അങ്ങനെ അതിൻ്റെ മേലിൽ നമ്മൾ രണ്ടാമത് വിനോദിനെ ചേട്ടൻ മുമ്പേ അറിയാമെന്നുള്ളതാണ്. വിനോദ് ഒരു റിസ്ക്. അപ്പോൾ വിനോദ് അപ്പം തന്നെ അതിൻ്റെ ഒരു കഥയുടെ 2 ദിവസം കൊണ്ട് തന്നെ ഒരു ഓൺലൈൻ നമുക്ക് തന്നു. അപ്പോൾ അത് ഒരു വ്യത്യസ്തമായ സംഭവമാണ്. കാരണം രവിചന്ദ്രൻ്റെ തൊട്ട് മുന്നേ ഉള്ള പടം ചാണ നിങ്ങൾ ഏകദേശം ഉള്ളവർ കണ്ടു കാണും. അതിന് നമ്മുടെ സർക്കചിത്രയുടെ അവാർഡുകൾ 3 അവാർഡുകൾ അതിന് ലഭിച്ചു. അതിൻ്റെ നടിക്കും പിന്നെ രവിചേട്ടന് ബെസ്റ്റ് ആക്ടർ, എനിക്കതിൽ ബെസ്റ്റ് വില്ലൻ്റെ അവാർഡ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ തുടക്കം തൊട്ട് എൻഡ് വരെ വളരെ എന്താ പറയുക ഒരു സെൻറ്റിമെൻ്റൽ ക്യാരക്ടറാണ് ചേട്ടൻ വർക്കൗട്ട് ചെയ്തത്. എപ്പോഴും ഭീമൻ രഘു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കുഞ്ഞുങ്ങൾ തൊട്ട് ഒരു വലിയ ആൾക്കാർ ഒരു പരിധി കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുകൊണ്ടിരുന്ന എപ്പോഴും ഭീമൻ രഘു എന്ന് പറയുന്ന വില്ലനാണ്. പിന്നെ അത് ചെറുതായിട്ട് മാറി ചെറിയ കോമഡിയിലോട്ട് വന്നു. ഇപ്പം ലാസ്റ്റ് അദ്ദേഹം ചെയ്തു നിർത്തിയത് ഈ ഒരു സെൻറ്റിമെൻ്റലാണ്. അപ്പം മൊത്തത്തിൽ ജനങ്ങൾ എപ്പോഴും അദ്ദേഹത്തിനെ കാണുന്ന ഒരു എന്താ പറയുക ആ ഒരു ആൾക്കാർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിഗർ. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമ്മളിതിനെ ഒന്ന് പിന്നെ വിനോദിനോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് നമ്മളിത് ഒരുക്കി കൂട്ടിയെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു, 4 ബ്രദേഴ്സാണ്. അപ്പോൾ അതിലൊരാൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിനെ നമ്മൾ തട്ടിക്കൂട്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ന്യൂ ജെന്നിന് എപ്പോഴും വയലൻസാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് വയലൻസ് പറയുമ്പോൾ മൊത്തം വയലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം അങ്ങനെ ഒരു ട്രെൻഡ് പോകും. അപ്പോൾ അതുകൊണ്ട് അത് ചെറിയൊരു സെൻറ്റിമെൻ്റലും ഒരു അമ്മയുടെ സ്നേഹം പറയുന്ന കഥയുണ്ട്. അങ്ങനെ 2-3 കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ എല്ലാം കൂടെ ഒരു ഒരുക്കി കൂട്ടിയ ഒരു സാധനമാണ്. തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങുമ്പോൾ മലയാളക്കര അത് ഏറ്റെടുക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഞാൻ ഇറങ്ങുന്ന കാര്യം ഇതിൽ ഈ പറയുന്ന പോലെ വലിയ എല്ലാവരുടെയും ഒരു സഹകരണം കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്തത്. ഇതിലെ ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്നൊരു ഉപരി സിനിമയുടെ ഉള്ളൊരു ഇഷ്ടമുണ്ട്. കാരണം ആ ഒരു ഇഷ്ടം നമുക്ക് ഇങ്ങനെ പ്രാവർത്തികമായി ജനങ്ങളെ മുന്നിലോട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത് തന്നെ വലിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇന്നുവരെ എൻ്റെ എല്ലാ സംരംഭങ്ങളും നമ്മളൊരു മരം വളരണമെങ്കിൽ അതിൻ്റെ മൂട്ടിൽ അതിന് വളവും കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ അത് എനിക്ക് തീർച്ചയായിട്ടും ഇന്ന് വരെയുള്ള എല്ലാ സംരംഭങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്നതിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹവും ജനങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതില്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യങ്ങളും വളരത്തില്ല. പക്ഷെ നമ്മളുടെ അത്രയും ആശ്രമ അതിൻ്റെ കൂടെയുള്ള ഒരു എന്താ പറയുക അതിൻ്റെ കൂടെ അത്രയും നമ്മൾ ഇതായിട്ട് നിന്നാൽ മാത്രമേ അതും വരത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പടം അതുപോലെ ഒരു കണക്കൂട്ടി എടുക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ഫൈറ്ററിന് ആദ്യമെല്ലാം നമ്മുടെ മാഫിയ ശശിയേട്ടൻ അവരെല്ലാം ഒരുപാട് രവിചേട്ടൻ ചെയ്യുന്നു വന്നപ്പോൾ ഒരുപാട് പേര് വിളിച്ചിരുന്നു. അപ്പം നമുക്കതല്ല, നമുക്ക് നമ്മുടെ ഇതിൽ ഒതുങ്ങി നിന്ന് നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്ന ഇതല്ലേ അങ്ങനെ ബ്രൂസ്ലി രാജേഷ് എന്ന് പറഞ്ഞത് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ആലപ്പുഴയിൽ നിന്ന് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് പറയും. അത് കഴിഞ്ഞ് അടുത്ത ആളെ പ്രസൻറ്റ് ചെയ്യാൻ പറയുന്നു. അല്ലെങ്കിൽ ഞാൻ അത് അടുത്ത ആളെ പറയാം. അടുത്ത നമ്മുടെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ജയമോഹൻ ചേട്ടൻ, അതായത് ജയൻ്റെ കാലഘട്ടം തൊട്ട് നമ്മുടെ ജയമോഹൻ ചേട്ടൻ അദ്ദേഹം ഇപ്പോൾ ഒരു ഷൂട്ടിങ്ങിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് എല്ലാവരെയും മേക്കപ്പ് ചെയ്ത് ഇരുത്തിയിട്ടാണ് അദ്ദേഹം ഇതിവിടെ വന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. കാരണം അത്രയും പടത്തിൻ്റെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് നമ്മുടെ ബാലരാമപുരം ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അദ്ദേഹം ഈ അവസരത്തിൽ എന്തായാലും രവിചേട്ടൻ്റെ ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹം എത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെയുള്ള. പിന്നെ ഏകദേശമുള്ളൊരു മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ട്. കാരണം നമ്മുടെ ഇപ്പം റെഡ് എഫ്എമ്മിൻ്റെ തന്നെ നമ്മുടെ കാർത്തിക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഏകദേശം ചാനലിലുള്ള അമൃത ചാനൽ, പിന്നെ മറ്റുള്ള മലയാളം ചാനൽ, ഏകദേശമുള്ള എല്ലാ ചാനലുകാരും നമുക്ക് സപ്പോർട്ട്. നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പോഴത്തെ കാലത്ത് യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു പബ്ലിസിറ്റിയാണ്. അപ്പോൾ ഇല്ലാതെ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും, ഇപ്പോൾ പെപ്സി എന്ന് പറഞ്ഞ സാധനം എല്ലാവരും പറയും വിഷമാണെന്ന്. പക്ഷെ അതിൻ്റെ പരസ്യം കാണുമ്പോൾ ആ ഒരു കൊച്ചുങ്ങൾക്ക് ആ പെപ്സി മതി. എന്നാൽ നേരെ പറഞ്ഞ് നമ്മളിവിടെ കേരള സർക്കാരിൻ്റെ പാമെന്ന് പറഞ്ഞൊരു ഞാനൊരു എക്സാമ്പിൾ പറയണേ, അത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ വലിയൊരു എന്താ പറയുക കലർപ്പൊന്നും ഇല്ലാത്ത സാധനമാണ്. പക്ഷെ അത് ആർക്കും അറിയത്തില്ല. അത് 10 രൂപ വിലയുള്ളൂ.
അതേ ക്വാണ്ടിറ്റി ഉള്ള സാധനം 25 രൂപ കൊടുത്ത് പരസ്യം കണ്ടിട്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്. ഒരു കടയിൽ നിന്ന് പെപ്സി ചോദിക്കും, പാമ്പെന്ന സാധനം അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഒരു ഉറവിടം എന്ന് പറഞ്ഞത് പബ്ലിസിറ്റി. അത് തരുന്നത് നിങ്ങളെപ്പോലുള്ള മീഡിയാസിൻ്റെ സപ്പോർട്ടാണ്. അപ്പം നിങ്ങളിവിടെ എത്തിച്ചേർന്ന് ഇങ്ങനെ നമ്മളോട് സഹകരിച്ചതിലും ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നമ്മുടെ അടുത്ത ഈ നമ്മുടെ സ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ ഭീമൻ, ഭദ്രൻ, ഭൈരവൻ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ബാലൻ. അപ്പോൾ അടുത്തതായി നിങ്ങളോട് ഭദ്രൻ 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഒരു പടക്കക്കടയുടെ വ്ളോഗ് ചെയ്യാൻ പോയ ഞാനാണ് ഇപ്പൊ ഇവിടെ ചേട്ടനെ വർഷങ്ങളായിട്ട് അറിയാം, രഘുചേട്ടനെ അറിയാം. അപ്പം പക്ഷെ അടുത്ത് പരിചയപ്പെടുന്നത് രഘുചേട്ടനെ ആ വ്ളോഗ് ചെയ്യാൻ പോയ ശേഷമാണ്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ദുബായിൽ പോയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ദുബായിൽ ഒരു ബാറിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഞാൻ രഘുചേട്ടൻ ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾ ഒരാഴ്ച ഒരുമിച്ച് താമസിച്ച് അങ്ങനെ ഈ ഒരു സിനിമ അങ്ങനെ വർക്കൗട്ടായി വന്നൊരു സിനിമയാണ്. ഒന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല, പെട്ടെന്ന് ഈ ഒരു പടക്കക്കട വ്ളോഗ് ചെയ്യാൻ പോയി. എനിക്കൊന്ന് ഒരു മണിക്കൂറുകൊണ്ട് ആ വീഡിയോ ഒരു 2 മണിക്കൂറുകൊണ്ട് 1 മില്യൺ അടിച്ചു. 1 മില്യൺ അടിച്ച പടക്കക്കടയുടെ വീഡിയോ ഞാനും രഘുചേട്ടനും വിഷ്ണുചേട്ടനും കൂടെയാണ് ആ വീഡിയോ ചെയ്തത്. അപ്പം അതിനുശേഷം നമ്മള് വീണ്ടും കണ്ടപ്പോ ഇങ്ങനെ ഒരു സിനിമയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അവിടെ തമാശ പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. പ്രൊമോഷനൊക്കെ നന്നായി, അവരൊരു സന്തോഷം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞായിരിക്കും വിചാരിച്ചു. പക്ഷെ നമ്മൾ പിന്നെ ദുബായി പോയതിനു ശേഷം ഇതിന്റെ ചർച്ച വീണ്ടും സജീവമാകുന്നു. തിരിച്ചു വന്നപ്പോൾ ഇതിന്റെ പോസ്റ്റർ വരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചായിരുന്നു ചുമ്മാ. പക്ഷെ വളരെ സീരിയസ് ആയിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ആയി. എന്നിപ്പോ ടൈറ്റിൽ ലോഞ്ച് വരെ എത്തിയ ഉടനെ എനിക്കൊന്ന് ഈ മാസം അവസാനത്തോടുകൂടി ഷൂട്ടിങ്ങും ആരംഭിക്കുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ തടി കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ സിനിമയില് ഒരു ഇവരോടൊക്കെ ഇപ്പൊ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. വളരെ സന്തോഷം. ഞാനും നിങ്ങളെ പോലെ ഒരു മാധ്യമപ്രവർത്തനായിരുന്ന ആളാണ്. എല്ലാവർക്കും അറിയാം, ഞാനൊരു പ്രസ് ക്ലബിൽ ഒരു മെമ്പറും കൂടെയാണ്. ട്രാൻഡ്രം പ്രസ് ക്ലബിൽ ഇന്ത്യ ടി വി എന്ന് പറഞ്ഞ നാഷണൽ ചാനലിലെ കേരള ബ്യൂറോ ചീഫായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഏരീസിന്റെ CEO ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തിരുന്നത് ഈ ട്രാവൽ ഫുഡ് വ്ളോഗ്സ് ഒക്കെ. ഫുഡ് കഴിക്കാൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന 3 പേരാണ്. ഞാനും രഘുചേട്ടനും വിഷ്ണുചേട്ടനും ഒരുമിച്ച് പല നല്ല ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും അവരോടൊത്ത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. താങ്ക് യു.